Yep. I said it before and I'll say it again. Life moves pretty fast. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ആക്ച്വലി വലിയൊരു ബ്രേക്കിന് ശേഷമാണ് ഇപ്പം ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഐ റിയലി വാണ്ടഡ് ടു ഷെയർ ദിസ് തിങ്സ് വിത്ത് യു ഗൈസ്, ആൻഡ് ഓൾസോ ഇത് എനിക്കൊരു മോട്ടിവേഷനാണ് ടു കണ്ടിന്യൂ ദിസ് ജേർണി. So as you guys saw on thumbnail, this is a resetting video, and what are we going to reset? It's our life. Yes, so I had to change my ആങ്കിൾ. സോ ഞാൻ ആങ്കിൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്കൊരു പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ആങ്കിൾ വെച്ചിട്ട്. കാരണം ഞാനിപ്പം നിൽക്കുന്നത് എൻ്റെ PGയിലാണ്. സോ സിൻസ് ഐ ഷെയർ ദാറ്റ് ഐ ഹവ് സ്റ്റാർട്ടഡ് മൈ ന്യൂ ജോബ് ഇൻ മൈ ഐ തിങ്ക് ലാസ്റ്റ് വീഡിയോ. സോ ഞാനിപ്പം ബാംഗ്ലൂരാണ്. അപ്പോൾ ഇവിടുത്തെ PGയിൽ പറ്റുന്ന സാഹചര്യത്തിലൊക്കെയാണ് ഞാൻ ആങ്കിൾ വെച്ചിരിക്കുന്നത്, ഐ മീൻ ക്യാമറ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. So nothing, I'm right now holding the phone in my hand. That is all I can do. അപ്പം let's focus on our content, right? അപ്പം നമ്മൾ റീസെറ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ ലൈഫ്. ബിക്കോസ് ശരിക്കും ഒന്ന് ചിന്തിച്ചാൽ ഇനി ആകെ 5.5 months ഉള്ളൂ ഈ വർഷം കഴിയാൻ. ആൻഡ് വി ഓൾവേസ് സേ ലൈക്ക് അടുത്ത വർഷം ഐ വോണ്ട് ബി എ ന്യൂ മീ. ഇത് നമ്മൾ പറഞ്ഞ് മടുത്തൊരു ലൈനാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞ് മടുത്തൊരു ലൈനാണ്. കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഞാൻ ഈ സെയിം കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐ ഹാവ് ടേക്കൺ എ ലോട്ട് ഓഫ് സ്റ്റെപ്സ്. തുടക്കമൊക്കെ ഞാൻ അടിപൊളിയായിട്ട് വയ്ക്കും, പക്ഷെ പിന്നീട് എവിടെയൊക്കെ വെച്ചിട്ട് അത് ഗിവ് അപ്പ് ചെയ്യാണ്. കാരണം എന്തോ പറ്റുന്നില്ല, അതാണ് സത്യം. കാരണം നമ്മൾ ആളുകൾ പറയും ലൈക്ക് ഇഫ് യു ഹാവ് എ ബേണിംഗ് ഡിസയർ ഇൻസൈഡ് യു, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഗോൾ അങ്ങനെ പാതി വഴിയിലിട്ട് പോവില്ലെന്ന്. സത്യം പറയാം, എനിക്ക് എൻ്റെ ലൈഫിൽ എന്തൊരു കാര്യം അച്ചീവ് ചെയ്യാൻ ഐ മീൻ ആഗ്രഹിച്ചാലും ഐ വിൽ ഡു മൈ 100% ഫോർ ദാറ്റ്, എക്സെപ്റ്റ് ഫ്യൂ തിങ്സ്. അതിൽ ഒരു കാര്യം ഈസ് ഡെഫിനറ്റ്ലി ഹാവിങ് എ ഹെൽത്തി ലൈഫ്. അത് എനിക്ക് സാധിക്കാറേ ഇല്ല. ഐ ഡോണ്ട് നോ, ഐ ഹാവ് ഡൺ മേ ബി ലൈക്ക് 100-300 attempts to start a new life. I mean start a healthy life. പക്ഷെ I miserably fail. So that's why ഞാൻ ഇപ്രാവശ്യം I have taken a strong pledge that എനിക്ക് എന്തായാലും I have to change this year. So maybe like I lack a lot of commitment when it comes to sticking to a plan. എല്ലാ കാര്യത്തിലും അല്ല, ഇപ്പം കുറേ കാര്യത്തിൽ അതൊരു എക്സെപ്ഷനാണ്. ഇഫ് ഐ വോണ്ട് ടു ഗെറ്റ് എ ജോബ് അല്ലെങ്കിൽ ഇഫ് ഐ വോണ്ട് ടു സ്റ്റഡി സംതിങ്, അതിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ നമ്മൾ ഇൻറ്റേർണലി നമുക്ക് ആവശ്യമുള്ളൊരു കാര്യത്തിന് ഐ കാൺ ഡു ഇറ്റ്. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ദിസ് ടൈം ഐ ഹോപ്പ് ഐ എം നോട്ട് ഗോയിങ് ടു ഫെയിൽ, ബിക്കോസ് ഐ എം ഗോയിങ് ടു ഡു ഇറ്റ് അലോങ് വിത്ത് യു ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഐ വോണ്ട് ടു bring a strong commitment inside me. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, why don't I do it and share it with the people I know and always fail. അതിന് പകരം ഞാൻ കുറച്ചും കൂടി എനിക്കറിയാത്ത ആളുകളിലായിട്ട് ഞാൻ എൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ച് സംസാരിക്കാൻ പോവാണ്. വിച്ച് മീൻസ് എനിക്കൊരു ഓക്കെ, ലെറ്റ്സ് പുട്ട് ഇറ്റ് ദിസ് വേ. ഇപ്പം ഐ എം എ വർക്കിംഗ് പേഴ്സൺ. എന്തുകൊണ്ടാണ് ഞാൻ രാവിലെ എന്നും എണീറ്റിട്ട് ഇഷ്ടമല്ലെങ്കിലും നമ്മൾ ഡ്രസ്സപ്പ് ചെയ്ത് ഓഫീസിൽ പോണേ? ബിക്കോസ് വി ഹാവ് ടു ഫോളോ എ സെറ്റ് ഓഫ് റൂൾസ്. ആൻഡ് അത് ചെയ്തില്ലെങ്കിൽ നമുക്കതിൻ്റെ കോൺസിക്വൻസസ് ബെയർ ചെയ്യേണ്ടി വരും, അല്ലേ? സോ വി ഗോട്ട് സം റൂൾസ് ദർ. റൂൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു അവർ ഓൺ ലൈഫ് വി ഫീൽ ലൈക്ക് ഹു ആർ വി ആൻസറബിൾ ടു, അല്ലേ? ആരോടാണ് ഞാൻ ഉത്തരം പറയേണ്ടത്? എൻ്റെ ജീവിതമാണ് എന്നൊരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ നാളെ ചെയ്യാം, ഇന്നിപ്പോൾ ചെയ്തിട്ടെന്താ. ഇതുപോലെ സബ്മിഷൻ ആണെങ്കിൽ നമ്മൾ അയ്യോ ഇന്ന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം, ഐ ഹാവ് ടു ഡു ഇറ്റ്, അതൊരു മസ്റ്റായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവും. പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ജീവിതം നമ്മളാണ് കൺട്രോൾ ചെയ്യണത്, നമുക്ക് ഏത് സമയത്തും ചെയ്യാം, ലൈക്ക് വി ആർ ദ CEO ഓഫ് അവർ ലൈഫ്. പക്ഷെ ജസ്റ്റ് തിങ്ക്
if the CEOs of real companies are going to think like this. ഓക്കെ, ഈ പ്രോജക്റ്റ് എടുക്കണം, വേണ്ട, നാളെ ആവാം. അവരുടെ കമ്പനി വിൽ ബി ഇൻ ലോസ്, റൈറ്റ്? ദേ വോണ്ട് ഡു ഇറ്റ്. സോ ദാറ്റ്സ് ഹൗ എ റിയൽ CEO ഹാസ് ടു ബി. പക്ഷെ നമ്മൾ നമ്മുടെ ഓൺ ജീവിതം വെച്ചിട്ട്, ഐ മീൻ അറ്റ്ലീസ്റ്റ് മീ, ഐ എം നോട്ട് സേയിങ് അബൌട്ട് എവരിവൺ, പക്ഷെ ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കുന്നു. സോ whoever can relate to what I'm talking and whoever would love to start this journey with me, I want your support. So നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ട് പോയാലും എനിക്കത്, I want an acknowledgement that എൻ്റെ ഒപ്പം ആരെങ്കിലും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ്, okay, you guys don't have to follow, but at least support me. നിങ്ങൾ, I know like a lot of people doesn't like commenting on videos, പക്ഷെ I would suggest you to at least put a thumbs up, just so that I know, okay, these people എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നറിയാൻ വേണ്ടി മാത്രം. പെറ്റുവാണെങ്കിൽ it wouldn't take even a minute. So if you can just press a thumbs up and put in the comment, it would be great. അപ്പം okay, let's just stop talking a lot. Let's jump into the video. So ഞാൻ എൻ്റെ ലൈഫ് റീസെറ്റ് ചെയ്യാന്ന് പറയുമ്പം I'm going to focus on 3 points and wonder what is these 3 points. ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് പോയിന്റ് is eating healthy and working out. This is very important. ഞാൻ എൻ്റെ ലൈഫിൽ കുറേ വട്ടം ചെയ്തിട്ടുണ്ട്, സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മെഗാ സീരിയൽ പോലെ എൻ്റെ ജീവിതത്തിൽ പോകുന്നൊരു ടോപ്പിക്കാണ്. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനും എൻ്റെ കൂടെ പഠിച്ച് വന്ന സ്കൂൾ മുതൽ ഇപ്പോഴുള്ള ഫ്രണ്ട്സിന് വരെ അറിയായിരിക്കും. ഇതൊരു മെഗാ സീരിയലാണ്. ഞാൻ ഡയറ്റ് ചെയ്യും, ഗിവ് അപ്പ് ചെയ്യും, നടക്കും, ഗിവ് അപ്പ് ചെയ്യും, വർക്കൗട്ട് ചെയ്യും, ഗിവ് അപ്പ് ചെയ്യും. സോ ദിസ് ടൈം ഐ ഡോണ്ട് വാണ്ട് ടു ബി ലൈക്ക് ദാറ്റ്. ഈവൻ there are days I feel like giving up. ഞാനത് ഗിവ് അപ്പ് ചെയ്ത് കഴിഞ്ഞ് അതവിടെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഞാൻ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷമല്ല അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകണം. ദ വെരി നെക്സ്റ്റ് ഡേ ഐ എം ഗോയിങ് ടു റീസ്റ്റാർട്ട്. അങ്ങനെ ഒരു ഹാബിറ്റാണ് ഫസ്റ്റ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്. അത് നോട്ട് ജസ്റ്റ് ഇൻ ഈറ്റിംഗ് ഹെൽത്തി, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പം പ്രേയിങ് ആവാം. സം പീപ്പിൾ, ഓക്കെ, ഇന്ന് മുതൽ എനിക്ക് പ്രേ ചെയ്യണം. നമ്മൾ നൈറ്റ് ആകുമ്പോൾ വിചാരിക്കും ഇന്ന് വയ്യ, നാളെ പ്രേ ചെയ്യാം. നോ, നമ്മൾ ദൈവത്തിനോടും ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം, അല്ലേ? വാട്ട് എവർ, ദൈവമോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എന്തൊരു പവറിലാണെങ്കിലും ആ കമ്മിറ്റ്മെൻറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ ലൈഫ്, അതെന്തിലാണെങ്കിലും. സോ my first one will be eating healthy and working out. This is very important, okay? So eating healthy, എനിക്ക് ആലോചിക്കുമ്പോൾ ഈ ടോപ്പിക്ക് ചിരി വരും. കാരണം ഞാൻ കുറേ വട്ടം മിസറബിളി ഫെയിൽ ആയതുകൊണ്ടുള്ളൊരു വിഷമം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എപ്പം ഓക്കെ എനിക്ക് നാളെ മുതൽ വർക്കൗട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചാൽ ഞാൻ ആദ്യം ചിന്തിക്കുക ജിമ്മ് ജോയിൻ ചെയ്താലോ. പിന്നെ ഞാൻ ചിന്തിക്കും അയ്യോ ജിമ്മിൽ പോകണമെങ്കിൽ ജിം വെയർ വേണം, പുതിയ ഷൂ വേണം. അപ്പോൾ എന്തായാലും നാളെ പറ്റില്ല. ഓക്കെ ഫൈൻ. അപ്പം എന്താ ചെയ്യുക, പൈസ സേവ് ചെയ്തിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് തുടങ്ങാം അല്ലേ. ഓക്കെ റീമ സെറ്റ്. ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കാറ്. എനിക്കറിയില്ല എത്ര പേര് ഇങ്ങനെ ചിന്തിക്കുന്നത്, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. സോ വെൻ ഐ സേ ദാറ്റ് വി ഹാവ് ടു ഫോളോ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, വർക്കിംഗ് ഔട്ട് എന്ന് പറയുമ്പം ഞാൻ ആകെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊന്നും ഞാൻ ആക്കുന്നില്ല. ഐ എം ഗോയിങ് ടു ഡു വെരി സിമ്പിൾ തിങ്സ്. ഒരു ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ ഞാൻ ഫുള്ളി എൻ്റെ ഔട്ട്സൈഡ് ഓർഡറിങ് ഫുഡ് തിങ്സ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഓഫ്കോഴ്സ് നമുക്കൊരു കാര്യം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം എന്നെക്കൊണ്ട് ഇത് പറ്റുന്നു. പക്ഷേ ഞാൻ എന്നെ മാക്സിമം ഞാൻ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാണ്ട് PGയിലുള്ള ഫുഡ് തന്നെ കഴിക്കാൻ ശ്രമിക്കും. ഇതായിരിക്കും ഞാൻ എടുക്കുന്ന സ്റ്റെപ്പ്. PG ഫുഡ് വിൽ ബി നോർമലി അധികം എണ്ണ ചേർക്കാത്ത, ഒത്തിരി കോക്കനട്ട് ഫാറ്റ് കണ്ടൻറ്റ് അധികം ചേർക്കാത്ത വെജീസും സബ്സി, ചപ്പാത്തി, റൈസ് ഇങ്ങനത്തൊക്കെയാണ് മെനു. ഉച്ചയ്ക്കല്ല, സൺഡേ മാത്രമാണ് നമുക്കൊരു മീൽ മാത്രമേ നമുക്ക് നോൺ വെജ് ഉള്ളൂ. അപ്പം മാക്സിമം ഞാൻ അത് സ്റ്റിക്ക് ചെയ്യാൻ നോക്കും. ആൻഡ് ഐ വിൽ ബി ഓൾസോ അപ്ഡേറ്റിംഗ് ഇഫ് ഇൻ കേസ് എനിക്ക് ഐ ചീറ്റഡ് ഓർ സംതിങ്, ഐ വിൽ ബി ഡെഫിനറ്റ്ലി അപ്ഡേറ്റിംഗ് ഇറ്റ് ഓൾസോ. അപ്പം ദിസ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ടു സ്റ്റിക്ക്
ടു ആൻഡ് വർക്കൗട്ട് എന്ന് പറയുമ്പോഴും അഗെയിൻ ഞാൻ ജിമ്മിൽ ഓടിപ്പോയി ജോയിൻ ചെയ്യുന്ന കാര്യം എന്നുള്ള ചിന്തിക്കുന്നത്. ഐ എം ജസ്റ്റ് ഗോയിങ് ടു സ്റ്റാർട്ട് വെരി എക്കണോമിക്, അധികം ചിലവില്ലാത്ത രീതിയിൽ. എൻ്റെ അടുത്ത് ദർ ഇസ് എ പാർക്ക്, സോ ഐ എം ഗോയിങ് ടു വേക്ക് അപ്പ് എവറി മോർണിംഗ് ആൻഡ് ഐ എം ഗോയിങ് ടു വാക്ക് ഫോർ എ ഹവർ. ഇത്രേ ഞാൻ ഒരു ബിഗിനർ ലെവലിൽ ചെയ്യാൻ പോകുന്നുള്ളൂ. ബട്ട് ഐ എം ഗോയിങ് ടു മേക്ക് ഷുവർ ഞാൻ ഒരു ഡേ കംപ്ലീറ്റ് ചെയ്യുമ്പം എനിക്ക് 10K സ്റ്റെപ്സ് നടന്നിരിക്കണം. അതായത് യു ഓൾ ഹാവ് എ ഫിറ്റ്നസ് ആപ്പ്, റൈറ്റ്? എന്തെങ്കിലും ഒരു വാക്കിംഗ് കാലറി ട്രാക്ക് ചെയ്യാനുള്ളൊരു ആപ്പ് നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നോ ഗൂഗിൾ സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടും. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യാം, പറ്റുന്ന രീതിയിൽ ഓരോരുത്തരുടെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ചിട്ട്. ഞാൻ ആക്ച്വലി നടക്കാറുള്ള ആളാണ്, പക്ഷെ ഞാൻ കൺസിസ്റ്റൻ്റായി നടക്കാറൊന്നുമില്ല. പക്ഷെ ഞാൻ 10K ഒക്കെ നടന്നിട്ടുള്ള ആളാണ്. അപ്പം എനിക്കറിയാം എനിക്ക് 10K കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ അത് എല്ലാം വൺ ഗോലല്ല, പക്ഷെ മോർണിംഗ് 1 hour എന്തായാലും നടക്കും. ആൻഡ് എൻഡ് ഓഫ് ദ ഡേ ആകുമ്പോഴേക്കും 10K ആവണം എൻ്റെ കൗണ്ട്, വാക്കിംഗ് കൗണ്ട് എന്ന് അതാണ് ഞാനൊരു വർക്കൗട്ട് പെർസ്പെക്റ്റീവിൽ വെക്കുന്ന ഗോള്. അപ്പം ഞാൻ പറഞ്ഞു ജങ്ക് കഴിക്കത്തില്ല. ആൻഡ് ഇതിനൊപ്പം എനിക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു സാധനമാണ് നോ ഷുഗർ, വിച്ച് ഇസ് വെരി ഹാർഡ് ബിക്കോസ് നമ്മൾ കഴിക്കുന്ന ചെറിയ കാര്യം ലൈക്ക് ബ്രെഡിൽ പോലും ഷുഗർ ഉള്ളതുകൊണ്ട് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് കട്ടിങ് ഓഫ് പ്രോസസ്ഡ് ഷുഗർ. അതായത് നാച്ചുറൽ ഷുഗേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, ജാഗ്രി, അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജാഗ്രി ഐ എം നോട്ട് ഷുവർ, അതെനിക്ക് അവൈലബിൾ അല്ല ഇവിടെ, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഉപയോഗിക്കില്ല. പക്ഷെ ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് അതൊന്നും കുഴപ്പമില്ല, നട്ട്സ്. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഷുഗർ ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് കേക്ക്, ഐസ്ക്രീം, ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ്, ഇതെല്ലാം ഞാൻ അവോയ്ഡ് ചെയ്യാൻ പോവാണ്. സോ ഇതാണ് ഞാൻ ഹെൽത്തി രീതിയിൽ എടുക്കുന്ന ഗോൾ. ആൻഡ് നെക്സ്റ്റ് സെക്കൻഡ് വൺ would be starting a discontinued habit or something. Let's name it something. എൻ്റെ കാര്യത്തിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി റീഡിങ് എ ബുക്ക് ഐ ലൈക്ക്. അല്ലെങ്കിൽ എൻ്റെ റീഡിങ് ഹാബിറ്റ്സ് ഞാൻ തിരിച്ചു പിടിക്കാൻ പോവാണ്. ബിക്കോസ് ഐ യൂസ് ടു ബി സമ്മൺ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ടൈമിൽ, വെൻ ഐ സേ ഇറ്റ്സ് 8th 9th ആ സമയത്തൊക്കെ ഐ യൂസ് ടു റീഡ് എ ലോട്ട് ഓഫ് ബുക്ക്. എൻ്റെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ഞാൻ കുറേ ബുക്സ് എടുത്തിട്ട് ഐ യൂസ് ടു റീഡ്. കുറേ ബുക്സ് ഒരു ദിവസമല്ല, ഐ എം സേയിങ് ലൈക്ക് ഒത്തിരി ബുക്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കാരണം ഐ യൂസ് ടു ബി സോ ഗുഡ് അറ്റ് റീഡിങ് ആൻഡ് ഐ യൂസ് ടു ലേൺ ദ വൊക്കാബുലറി വെൽ, ന്യൂ വേർഡ്സ്, അത് ഡിക്ഷണറി നോക്കുന്നു, അത് പഠിക്കുന്നു. ഇറ്റ് യൂസ് ടു ബി എ ഗുഡ് ടൈം. ഐ യൂസ് ടു ഫീൽ വെരി ലൈവ്ലി ആൻഡ് ഭയങ്കര ഒരു എൻതൂസിയാസം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാനത് കഴിഞ്ഞ് നാട്ടിൽ ഞങ്ങൾ സെറ്റിലായതിനു ശേഷം റീഡിങ് അധികം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാനൊരു നല്ല ബുക്കൊക്കെ പർച്ചേസ് ചെയ്യും, വായിച്ചു തുടങ്ങണം എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. ഒരു 4-5 വട്ടം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫെയിൽ ആയിട്ടുണ്ട്. ദിസ് ടൈം ഐ എം ഗോയിങ് ടു റീസ്റ്റാർട്ട് റീഡിങ് ബുക്ക്. സോ വെൻ ഐ സേ ബുക്ക്, ഇറ്റ്സ് നോട്ട് എനി കൈൻഡ് ഓഫ് ബുക്ക്. എനിക്ക് കുറച്ച് ഫിക്ഷൻ, നോവൽ കൈൻഡ് ഓഫ് ബുക്സാണ് ഇഷ്ടം. സോ അങ്ങനത്തെ ഒരു ബുക്ക് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, മൈ റീഡിങ് ഹാബിറ്റ്. യാ, സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. തേർഡ് കാര്യം എന്താണെന്ന് വെച്ചാൽ, തേർഡ് വിൽ ബി ഗെറ്റിംഗ് മൈ ഫിനാൻസ് ഇൻ ഓർഡർ. എൻ്റെ ഫിനാൻസ് ഡിസിഷൻസും അല്ലെങ്കിൽ എങ്ങനെ മണി മാനേജ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെ പുവറാണ്. അതിനെക്കുറിച്ച് ഞാൻ എന്നെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ലാസ്റ്റ് കുറച്ച് മന്ത്സായിട്ട്. സോ ഞാൻ കുറേ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു 100 രൂപയാണെങ്കിലും 200 രൂപയാണെങ്കിലും എങ്ങനെ അത് ചിലവാക്കാതെ എടുത്തു വെച്ച് അത് നമുക്കൊരു വേറൊരു രീതിയിൽ അത് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് വേസ്റ്റിംഗ് മണി ഓൺ ഫുഡ്, അൺനെസസറി തിങ്സ്, നമ്മുടെ വാണ്ട്സ്, നീഡ്സ്, അതൊക്കെ ഒന്ന് ഞാൻ അനലൈസ് ചെയ്യാൻ പോവാണ്. സോ എൻ്റെ ഫിനാൻസ് എങ്ങനെ ഞാൻ മാനേജ് ചെയ്യുന്നു അതിനൊക്കെ കുറിച്ചിട്ട് ഡെഫിനറ്റ്ലി ഐ വിൽ ഷെയർ ഇറ്റ് ടു യു ഗൈസ് ഇൻ ദ കമ്മിങ് വീഡിയോസ്. പക്ഷേ ആസ് ഓഫ് നൗ ഐ എം ഗോയിങ് ടു
concentrate how to manage my finance and how to not be in debt basically. അതാണ് എൻ്റെ 3 ഗോൾസ്. സോ ഈ 3 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ റീസെറ്റിംഗ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മേജർ കോമ്പണൻസ്. അപ്പം സോ ഐ ഹോപ്പ് ഇതിൽ സിമിലർ ആയിട്ടുള്ള ഗോൾസ് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കും നമ്മുടെ ലൈഫ് റീസെറ്റ് ചെയ്യണം. ഓക്കെ, വി ഗോട്ട് 5.5 months മോർ ടു കംപ്ലീറ്റ് ദിസ് ഇയർ ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരണം, ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ 3 ഗോൾസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ഗോൾസ് ഓൾട്ടർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഇത് ഫോളോ ചെയ്യാം. ഹവെവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ഇതൊരു ഇൻസ്പിറേഷണലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ചെയ്യണം, ലൈക്ക് ഒരു ടുഗദർ ആക്ടിവിറ്റി പോലെ നമുക്ക് ഇതിനെ കാണാം. സോ ഇതെങ്ങനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും നിങ്ങളെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. സോ ഐ എം ആക്ച്വലി നോട്ട് വെരി ഗുഡ് അറ്റ് ലുക്കിംഗ് ഇൻ ടു ക്യാമറ ആൻഡ് സ്പീക്കിംഗ്. സോ അതാണ് ഞാൻ ലെൻസിലും സ്ക്രീനിലും മാറി മാറി നോക്കണം. ഐ നോ ഇറ്റ് മൈറ്റ് ബി ഡിസ്റ്റർബിങ് ഫോർ പീപ്പിൾ ഹു ആർ വാച്ചിങ്. ഐ ട്രൈ ടു ഇംപ്രൂവ് മൈ സെൽഫ്. അപ്പം ഞാൻ ഇതെങ്ങനെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ എവറി ട്യൂസ്ഡേയ്സ്, ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ട്യൂസ്ഡേ ആണ്. സോ എവറി ട്യൂസ്ഡേയ്സ് ഐ എം ഗോയിങ് ടു അപ്ലോഡ് എ വീഡിയോ. സോ ഇത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇൻ റീസെറ്റിംഗ് ലൈഫ്. ഇനി നമുക്ക് ഒത്തിരി എപ്പിസോഡ്സ് വരും. ഇറ്റ്സ് ഓൾ ഷോയിങ് മൈ പ്രോഗ്രസ് ഓൺ ദിസ് ജേർണി. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ്സും എന്നെ ഡെഫിനറ്റ്ലി കോമെൻറ്റ്സിലൂടെ അറിയിക്കാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നിങ്ങൾ ആരെങ്കിലും ഒരു കമൻറ്റ് ഇടുകയാണെങ്കിൽ അത് എനിക്കും കൂടി ഒരു മോട്ടിവേഷനാണ്. സോ ബട്ട് ഇറ്റ്സ് അപ്പ് ടു യു ഗൈസ്. പക്ഷേ ഐ വിൽ ബി പോസ്റ്റിംഗ് ഓൺ എവറി ട്യൂസ്ഡേയ്സ്. സോ ഇപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ടാവും വൈ ലൈക്ക് ഇപ്പം ജൂലൈ ആണ്, ഇപ്പം എന്താണ് ജൂലൈ പകുതിക്ക് വെച്ചിട്ടൊരു പുതിയ ചാലഞ്ച് എന്നൊക്കെ വിചാരിക്കും. സോ നമ്മളെപ്പോഴും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ നാളെ എന്ന് പറയുന്ന ആളുകളുടെ ഒരു മെയിൻ കാര്യമാണ് 1-ാം തീയതി മുതൽ തുടങ്ങാം അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ തുടങ്ങാം എന്നുള്ളൊരു സാധനം. സോ അത് നമ്മൾ ബ്രേക്ക് ചെയ്യാണ്. അതായത് ഈ മൊമെൻറ്റ് മുതൽ, ഈ ഡേ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഡേ ഒരു ഫ്രൈഡേ ആവാം, ഈ ഡേ ഒരു സൺഡേ ആവാം, ഈ ഡേ ഒരു ട്യൂസ്ഡേ ആവാം. സോ നല്ലൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഇന്ന ദിവസം എന്നില്ല. നമ്മളുടെ മൈൻഡ് എപ്പോഴാണോ അതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നത് ആ നിമിഷം മുതൽ തുടങ്ങണം. സോ അതുകൊണ്ടാണ് ഞാൻ ഈ മിഡിൽ ഓഫ് ദ മന്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഐ ഹോപ്പ് we all will be reaching a success and we're together in this. Appam best of luck to all of you. Thank you so much for watching this video. നിങ്ങളുടെ ലൈഫിലെ precious time എടുത്ത് എൻ്റെ ഈ വീഡിയോ കാണുന്നതിന് I'm so grateful. Thank you so much. Have a good day.